അപ്പോഴേ 2 ദിവസമായിട്ട് വൈകുന്നേരങ്ങളിൽ ഞങ്ങൾക്കിവിടെ മഴ കിട്ടാറുണ്ട് കേട്ടോ. അവിടെയൊക്കെ മഴ കിട്ടുന്നുണ്ടോ? വൈകുന്നേരം ആകുമ്പോൾ ഏതാണ്ട് ദേ ഇതുപോലായി. ആ അറ്റ്മോസ്ഫിയറിന് പിടിച്ചു നിൽക്കാൻ കട്ടൻ ചായയാണ് ബെസ്റ്റ്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ദേ തുണിയൊക്കെ ഒന്ന് വിരിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. രാവിലെ ഒരു അലക്ക് കഴിഞ്ഞാണ് കേട്ടോ. ഇത് ചെറുക്കന്മാരുടെ ഡ്രസ്സാണ്. ഇത് ഞാൻ കല്ലിൽ പ്രത്യേകം കഴുകുന്നതാണ്. ഇവന്മാരിട്ടുണ്ട് ഉരുളുമല്ലേ. അങ്ങനെ വൈകുന്നേരത്തെ കുളിയും അലക്കും എല്ലാം കഴിയുമ്പോഴേക്കും ഒരു ദിവസം പ്രൊഡക്ടിവിറ്റി ആയിട്ട് പോകുന്നതായിട്ട് നമുക്ക് തോന്നും കേട്ടോ. ഈവനിങ് എത്തുമ്പോൾ ഇവന്മാർക്ക് ഭയങ്കര സ്നേഹപ്രകടനമാണ് കേട്ടോ. ഞാൻ എന്തായാലും ഇന്നത്തേക്ക് കഞ്ഞിയാക്കി. അതാകുമ്പോൾ മക്കൾക്കും സുഖമായി, പണി എനിക്കും കുറഞ്ഞു കിട്ടി. ഈ സമയം നോക്കി ഞാൻ അലമാര ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നിന്നു. കാരണം തുണിയൊക്കെ കുറേ നാളായി മടക്കി വെച്ചിട്ടേ. അപ്പോൾ അതൊക്കെ ഒന്ന് മെനക്കെട്ടിരുന്നുണ്ടെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഈ ഇമോഷണൽ ഡാമേജ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അത് വേറൊന്നുമല്ല, നമുക്ക് മാനസികമായിട്ട് നമ്മളെ ആരെങ്കിലും വിഷമിപ്പിക്കുമ്പോഴോ, അല്ലെങ്കിൽ നമ്മളൊരാൾ വഞ്ചിക്കുമ്പോഴോ, ചീറ്റ് ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിൽ കൂടുതൽ നമുക്കൊന്നും തിരിച്ചു കിട്ടാതെ വരുമ്പോഴോ ഒക്കെ ഉണ്ടാകും നമ്മുടെ മനസ്സിനേൽക്കുന്ന മുറിവിനെയാണ് ഈ ഇമോഷണൽ ഡാമേജ് എന്ന് പറയുന്നത്. ഒരു പരിധിവരെ ഈ അടുക്കിപ്പെറുക്കലുകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനൊരു മാർഗവും കൂടി ആയി കേട്ടോ. കൂട്ടത്തിൽ ഈ പിള്ളേരുടെ ബഹളവും കൂടെ ആകുമ്പോഴേക്കും നല്ല രസമാകും. ഇതിനൊക്കെയാണ് സത്യം പറഞ്ഞാൽ നമുക്ക് മക്കൾ വേണമെന്ന് തന്നെ നമ്മൾ ചിന്തിച്ച് പോകുന്നത്. കാരണം നമുക്കൊരു ഡാമേജ് സംഭവിക്കാൻ ഇവർ സംഭവിക്കില്ല. ഇനി അഥവാ സംഭവിക്കുന്ന ഡാമേജുകൾക്ക് കമ്പനി ഉത്തരവാദിത്വവും ആയിരിക്കില്ല. ഈ സമയം കൊണ്ട് ഞങ്ങളുടെ കഞ്ഞി വെന്തു കേട്ടോ. നല്ല ചൂടുള്ള കഞ്ഞി, പുറത്ത് നല്ല മഴ. ഞാൻ എന്തോ എടുക്കാനായിട്ട് പുറത്തേക്ക് പോയായിരുന്നു. അത് ഇച്ചിരി മഴയൊക്കെ നനഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ച് കുമ്പയൊക്കെ വീർത്ത് സുഖമായിട്ടങ്ങോട്ട് മയങ്ങാമല്ലോ. ഇവരെ കഴിപ്പിച്ചെടുക്കുമ്പോൾ തന്നെ നല്ല നേരമാകും. അതുകൊണ്ട് ആ കൂട്ടത്തിൽ ഞാനും അങ്ങോട്ട് കഴിച്ചു. അതങ്ങോട്ട് അവസാനിപ്പിച്ചു. ഇനിയുള്ളത് ബാക്കി കിച്ചൺ ക്ലീനിങ് ആണ്. അങ്ങനെ വലിയൊരു ദിവസം കടന്നു പോയി കേട്ടോ. ഇനി തമ്പുരാനോട് എന്തെല്ലാം കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞിട്ട് വേണം കിടക്കാൻ. അവിടെ നിന്ന് വലിയ സമയമൊന്നും കളയാൻ പോയില്ല. എന്തൊക്കെയോ ചെയ്ത് ലൈറ്റും ഓഫാക്കി ഞാൻ. അപ്പം ശരി, നാളെ കാണാം.